ചരിത്രത്തിൽ ഇത് ആദ്യമായി ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം. സമസ്ത സുഖിനോ ഭവന്തു. എല്ലാ ആൾക്കാർക്കും അറിയുന്ന കാര്യം തന്നെയാണിത്. ഉപയോഗമില്ലാത്ത ഒരു വസ്തുവിനെ കണ്ടെത്താൻ ഞങ്ങൾക്ക് കഴിയുകയേയില്ല. ഒരു കാര്യത്തിന് ഉപയോഗശൂന്യമാണെന്ന് തോന്നുന്ന കാര്യം വേറൊരു കാര്യത്തിന് വളരെ ഉത്തമമായിരിക്കും. ഏത് കാര്യം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴും നമുക്ക് നന്നായിട്ട് അറിയാൻ പറ്റും നമുക്ക് ഭൂമിയിൽ കളയാനായിട്ട് ഒന്നുമേയില്ല എന്ന്. പക്ഷെ അപ്പോഴും ധാരാളം കാര്യങ്ങൾ നമുക്ക് കളയാനായിട്ട് ഉണ്ടാകും. ഏറ്റവും ഫലപ്രദമായ കാര്യം തന്നെയാണത്. ഏറ്റവും വികൃതമാണെന്നും ഏറ്റവും ദുഷിച്ചതാണെന്നും ഏറ്റവും വേണ്ടാത്തതാണെന്നും തോന്നുന്ന കാര്യങ്ങൾ പലപ്പോഴും ഞങ്ങൾക്ക് പ്രയോജനപ്പെടാറുണ്ട്. പക്ഷെ നമ്മുടെ ഉള്ളിൽ നിറയ്ക്കുന്ന അഹങ്കാരം, അഹംഭാവം, അസൂയ, വേണ്ടാത്ത ചിന്തകൾ ഇതെല്ലാം ഉപയോഗശൂന്യം തന്നെയാണ്. ഇത് ഒരിക്കലും നമ്മൾക്ക് ഉയർച്ചയോ വളർച്ചയോ നന്മയോ ഉണ്ടാക്കുകയേയില്ല. ഒരാളുടെ ഉയർച്ചയിൽ നമ്മൾ അനുഭവിക്കുന്ന വേദന, വേറൊരാളുടെ നന്മയിൽ നമ്മൾ അസൂയപ്പെടുന്നതിൻ്റെ ദുഃഖം, ഇതെല്ലാം നമ്മൾക്ക് തന്നെയാണ് നാശവും ദുരിതവും വേദനയും. മറ്റുള്ളവരെ നമ്മൾ എത്രത്തോളം സ്നേഹിക്കുന്നുവോ അത്രത്തോളം നമ്മൾക്കും ആ സ്നേഹത്തിൻ്റെ ആഴം മനസ്സിലാക്കാൻ പറ്റും. ആരിലാണോ നമ്മൾ അർപ്പിക്കുന്നത് അവരിൽ നിന്ന് നമുക്ക് എല്ലാ ഭാഗ്യവും കിട്ടണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. എല്ലാ നേട്ടവും കിട്ടണമെന്നും നിർബന്ധമില്ല. പക്ഷേ നമുക്ക് കളയാനുള്ള കാര്യം നമ്മുടെ ഉള്ളിൽ നിന്ന് കളഞ്ഞിരിക്കണം. അതാണ് ഏറ്റവും പ്രാധാന്യം. നമ്മൾക്ക് കിട്ടാനുള്ളത് നമ്മൾ എടുക്കുക, നമുക്ക് കളയാനുള്ളത് കളയുക. ദൈവ സൃഷ്ടിയിലുള്ളത് ഒന്നും തന്നെ കളയാനില്ല. പക്ഷേ നമ്മൾ വളർത്തിയെടുക്കുന്ന ഇതുപോലുള്ള ആ സംഭവങ്ങൾ നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മൾ കളഞ്ഞേ പറ്റൂ. അഹങ്കാരവും കൊണ്ട് നടക്കുന്ന ഒരാൾക്കും എങ്ങുമേ എത്താൻ കഴിയില്ല. അസൂയയും കൊണ്ട് നടക്കുന്ന ഒരാൾക്ക് ഒരിടത്തും എത്തിച്ചേരാൻ പറ്റില്ല. പരദൂഷണങ്ങളും പറഞ്ഞ് ഇതിനെ വേറെ തരത്തിൽ വളച്ചൊടിച്ച് ഏത് രീതിയിലായാലും അത് കൊണ്ടുപോയി ഒരുപാട് നാശത്തിലും ദുഃഖത്തിലും ദുരിതത്തിലും കൊണ്ടെത്തിക്കും. ഇത് തന്നെയാണ് അറിഞ്ഞായാലും അറിയാതെ ആയാലും രോഗങ്ങളായി മാറുന്നത്. നമ്മുടെ ശരീരത്തിൽ കിടക്കുന്ന ഈ അണുക്കൾ ഏത് സമയവും പ്രവർത്തിച്ചു കൊണ്ടേയിരുന്നിട്ട് ആ കോശങ്ങളെല്ലാം നിർജീവങ്ങളായിക്കൊണ്ടേയിരിക്കും, ദോഷങ്ങളായിക്കൊണ്ടേയിരിക്കും. അത് നമ്മൾക്ക് തന്നെ രോഗാവസ്ഥയിൽ നമ്മളെ കൊണ്ടെത്തിക്കും. മാനസികമായാലും ശാരീരികമായാലും ഈ അവസ്ഥയിൽ നിന്ന് നമുക്ക് മാറാനും വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും. അപ്പോൾ ഒന്നു മാത്രം നമ്മുടെ ഉള്ളിലെ കളയാനുള്ള സാധനങ്ങളെല്ലാം കളയുക, ചേർക്കാനുള്ള സാധനങ്ങളെല്ലാം നമ്മൾ ചേർക്കുക. കളയാനുള്ളത് കളഞ്ഞും ചേർക്കാനുള്ളത് ചേർത്തും മുന്നോട്ട് പോയാൽ നമുക്ക് കിട്ടുന്നത് വിജയങ്ങൾ മാത്രം, നന്മകൾ മാത്രം, ഉയർച്ചകൾ മാത്രം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണത്. അതിനെ മറികടക്കാൻ ആർക്കും കഴിയില്ല. ജന്മജന്മാന്തരങ്ങളായിട്ട് അതുപോലെ തന്നെ മനുഷ്യരായി ജനിക്കുന്ന നാൾ മുതൽ സജ്ജനങ്ങൾ പറയുന്ന വാക്കുകൾ തന്നെയാണിത്. ഇത് നമ്മൾ എത്രത്തോളം ഉയർത്തിക്കൊണ്ടുപോകുമോ അത്രത്തോളം ഭാഗ്യവും കിട്ടും. ഒരു ഈശ്വരനും തിന്മയ്ക്ക് കൂട്ടുനിൽക്കില്ല, കൂട്ടുനിന്ന ചരിത്രവും ഇല്ല. അതുകൊണ്ട് തന്നെയാണ് ഇന്നും അത് നിലനിൽക്കുന്നത്. എല്ലാ ശക്തികൾക്കും നാശങ്ങളും ദുരിതങ്ങളും ദുഃഖങ്ങളും വേദനകളും ഉണ്ട്, ഒരു സംശയവും വേണ്ട ആ കാര്യത്തിൽ. പക്ഷെ അതെല്ലാം തരണം ചെയ്യാനുള്ള കഴിവും ആ ശക്തിക്കുണ്ടായിരിക്കും, അല്ലെങ്കിൽ അവർ ആർജിച്ചിരിക്കും. അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ എല്ലാ കാര്യങ്ങളും ഉണ്ട്, എല്ലാ സംഭവങ്ങളും ഉണ്ട്. അതിൽ നല്ലത് മാത്രം ഉൾക്കൊണ്ട് ഈ ചീത്തയായ കാര്യങ്ങളെ പൂർണ്ണമായിട്ട് അവഗണിക്കുമ്പോഴാണ് നമ്മൾ എത്തേണ്ടടുത്ത് എത്തുന്നത്. നമ്മൾക്ക് എത്തണം, നമുക്ക് ഉയരണം, നമുക്ക് വളരണം, നമുക്ക് ചുറ്റുപാടുള്ള ആൾക്കാരെയും വളർത്തണം, ചുറ്റുമുള്ള നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ഇതിൻ്റെ ഫലം ഇന്ന് അല്ലെങ്കിലും നാളെ ആയാലും ഉണ്ടാകും. നമ്മൾ പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകില്ല, പക്ഷെ ഒന്ന് കൊണ്ടുപോകും, സൽക്കർമ്മം.
അത് അന്ന് ഇന്ന് നിലനിൽക്കുന്നുണ്ട്. അതിനുള്ള കാരണങ്ങളും കാര്യങ്ങളും എല്ലാ ആൾക്കാർക്കും അറിയുന്നത് തന്നെയാണ്. ആവശ്യത്തിലേറെ ഭാഗ്യങ്ങൾ നേടിയെടുക്കുക, വളർച്ചയും ഉയർച്ചയും ഉണ്ടാക്കിയെടുക്കുക. എല്ലാവർക്കും ഇതിന് സാധിക്കും. എല്ലാ ആൾക്കാർക്കും ഭഗവാൻ ഇത് കൊടുക്കാനും കഴിയും. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോക ചരിത്രത്തിൽ ഇതാദ്യമായി ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം. ഇതൊരു ചരിത്രത്തിലും രേഖപ്പെടുത്തിയിട്ടില്ല. ഇതിനു മുൻപ് കേട്ടു കേൾവി പോലുമില്ല. കലിയുഗ അവതാരത്തിന്റെ ലക്ഷ്യം തന്നെ ഈശ്വര ശക്തികൾക്ക് പുനർചൈതന്യം കൊടുക്കുക എന്നതാണ്. ഇതിലൂടെ മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും ഇത് പരമമായ സത്യമാണ്. അനുഭവത്തിൽ മാത്രം വിശ്വസിച്ചാൽ മതി. ഇതാ മഹാ അത്ഭുതങ്ങൾ ഭാരതീയമ്മയിലൂടെ എത്തുന്നു.